ഹലോ നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോകുന്നത് എന്താണ് HTML അല്ലെങ്കിൽ HTMLനെ കുറിച്ച് നമുക്ക് ഡീപ്പായിട്ട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം. HTMLന്റെ ഫുൾ ഫോം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ്. ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഒരു ടെക്സ്റ്റിനുള്ളിൽ മറ്റൊരു ടെക്സ്റ്റ് വരുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന് പറയുന്നത്. ഉദാഹരണം, നമ്മളിവിടെ ഈ വെബ്സൈറ്റിൽ മൊബൈൽ ട്രിക്സ് എന്നൊരു ടെക്സ്റ്റ് മാത്രമുണ്ട്. മൊബൈൽ ട്രിക്ക് എന്ന ടെക്സ്റ്റിൽ നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടുന്ന് അടുത്തൊരു പേജ് തുറന്നു വരുന്നു. ഇങ്ങനെ ഒരു പേജിൻ്റെ ഉള്ളിൽ മറ്റൊരു പേജ് വരുന്നതിനാണ് നമ്മൾ ഹൈപ്പർ ടെക്സ്റ്റ് എന്ന്. ഓക്കെ, അത് വെബ്സൈറ്റിൽ നമ്മൾ പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത് ഒന്നിലധികം പേജുകൾ തമ്മിൽ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് ലിങ്ക് ഉപയോഗിക്കുന്നത്. HTMLലെ HT എന്നതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഹൈപ്പർ ടെക്സ്റ്റ് എന്നതിനെയാണ്. ഓക്കെ, അടുത്തത് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് മാർക്കപ്പ് ലാംഗ്വേജ്. എന്താണ് മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വെബ്സൈറ്റിൽ ഉപയോഗിക്കുന്ന ടെക്സ്റ്റ്, ഇമേജ്, ടേബിൾ, ലിങ്ക് എന്നിവയ്ക്ക് പ്രത്യേകം ഡിസൈനുകൾ ചേർത്ത് കൊടുക്കുന്നതിനെയാണ് നമ്മൾ മാർക്കപ്പ് ലാംഗ്വേജ് എന്ന് പറയുന്നത്. HTML ഒരു മാർക്കപ്പ് ലാംഗ്വേജ് ആണ്. എന്നതിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നതാണ് മാർക്കപ്പ് ലാംഗ്വേജ്. ഇപ്പോൾ ഉദാഹരണം, നമ്മളിവിടെ തിങ്ക് ഓൺലി ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ന്യൂസ് സർവീസ് എന്നതിനെ നമുക്ക് കുറച്ച് ബോൾഡ്, കുറച്ച് ഫോണ്ട് സൈസിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ നമ്മുടെ വെബ്സൈറ്റിൽ ഒന്നും കൂടി ഡിസൈൻ ആക്കാനും നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഡിസൈനുകൾക്ക് അല്ലെങ്കിൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഇഷ്ടത്തിനനുസരിച്ച് സൈസൊക്കെ ഒന്ന് കൂടി ചേർത്ത് കൊടുക്കാനൊക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, മാർക്കപ്പ് ലാംഗ്വേജ് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് എക്സാമ്പിൾ ഒരു സിമ്പിളായിട്ട് ഒരു വെബ് പേജിനെ പരിചയപ്പെടാം. ഓക്കെ, ഇതിൽ നമ്മൾ സിമ്പിളായിട്ടൊരു വെബ് പേജ് ഞാനിവിടെ ടൈപ്പ് ചെയ്ത് ചേർത്ത് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നോട്ട് പാഡ് ഉപയോഗിച്ചിട്ടാണ് ഈ കോഡ് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓക്കെ, ഒരു വെബ് പേജ് തുടങ്ങുമ്പോൾ ആദ്യം തന്നെ നമ്മൾ HTML എന്ന ഭാഗം വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഏതൊരു വെബ്സൈറ്റ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിൻ്റെ മുകളിൽ ആദ്യം തന്നെ HTML എന്ന ടാഗ് വേണം. ഇതിനെയാണ് നമ്മൾ ഓപ്പൺ ടാഗ് എന്ന് പറയുന്നത്. എന്നിട്ട് ആ ടാഗ് നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഇവിടെ വന്നിട്ട് അവസാനിപ്പിക്കുന്നു. അപ്പോൾ ഏതൊരു വെബ് പേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിലും അതിൽ നിന്നും HTML എന്ന ഓപ്പൺ ടാഗ് ഉപയോഗിച്ചിട്ട് അത് ഇവിടെ വെച്ച് ഏറ്റവും ലാസ്റ്റ് വെച്ചിട്ട് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, പിന്നെ നമ്മൾ അടുത്തതാണ് ഹെഡ് എന്ന സെക്ഷൻ. ഈ ഹെഡ് എന്ന സെക്ഷനിലാണ് ഒരു വെബ്സൈറ്റിന് ആവശ്യമായിട്ടുള്ള ഹെഡിങ് എല്ലാം ചേർത്ത് കൊടുക്കുന്നത്. ഉദാഹരണം, ഈ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ ഇവിടെ സൈറ്റിൻ്റെ പേര്, അതേപോലെ തന്നെ മെനു, അങ്ങനെയുള്ള ഒരു വെബ്സൈറ്റിൻ്റെ ഹെഡിങ് ആയിട്ടുള്ള ഭാഗങ്ങളൊക്കെ ചേർത്ത് കൊടുക്കുന്ന സെക്ഷനെയാണ് നമ്മൾ ഹെഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മളെ വെബ്സൈറ്റിലേക്ക് പേജിൻ്റെ ടൈറ്റില്, അതുപോലെ തന്നെ മെനു, അങ്ങനെ നമ്മളെ പേജിൽ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും സ്ക്രിപ്റ്റ്, അതേപോലെ സ്റ്റൈല്, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ ചേർത്ത് കൊടുക്കുന്ന ഒരു ഭാഗമാണ് ഹെഡിങ് എന്ന സെക്ഷൻ. ഓക്കെ, ഇത് ഒരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ഒരു സെക്ഷനാണ്. ഓക്കെ, ഇതിൻ്റെ ഉള്ളിൽ തന്നെ അടുത്തൊരു ടാഗാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്, ടൈറ്റിൽ എന്ന ടാഗ്. ടൈറ്റിൽ എന്ന ടാഗിൻ്റെ ഉള്ളിൽ എന്താണോ നമ്മൾ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്ക് വെബ് പേജിൻ്റെ ഏറ്റവും മുകളിലായിട്ട് കാണിച്ചു തരിക. ഇപ്പോൾ എൻ്റെ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ എന്ന് പറയുന്നത് തിങ്ക് ഓൺലി ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് ന്യൂസ് സർവീസ്. ഓക്കെ, നമ്മൾ ഈ ടൈറ്റിലിൻ്റെ ഉള്ളിൽ എന്താണോ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്കൊരു വെബ്സൈറ്റിൻ്റെ ടൈറ്റിലായിട്ട് ലഭിക്കുന്നത്. ഉദാഹരണം, ഈ വെബ്സൈറ്റിൻ്റെ ടൈറ്റിൽ നമ്മൾ ഈ രൂപത്തിൽ കൊടുത്തത് കൊണ്ട് അത് നമുക്ക് ഈ രൂപത്തിലാണ് ഡിസ്പ്ലേ ചെയ്യുന്നത്. അതേപോലെ ഈ പേജ് ഞാൻ സേവ് ചെയ്ത ഒരു ബ്രൗസർ ഉപയോഗിച്ച് തുറക്കുകയാണെങ്കിൽ നമുക്ക് ഈ രൂപത്തിൽ ഓപ്പൺ ചെയ്ത് വരുന്നത്. ഓക്കെ, ഇനി കൂടുതലായിട്ട് നമ്മൾ ഹെഡിങ് എന്ന സെക്ഷൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേർത്ത് കൊടുക്കണമെന്ന് തുടർന്ന് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അടുത്തതാണ് ബോഡി. ഒരു വെബ്സൈറ്റിൻ്റെ പ്രധാനപ്പെട്ട സെക്ഷനാണ് ബോഡി. ഈ ബോഡി എന്ന ഭാഗത്തിനുള്ളിൽ എന്താണോ നമ്മൾ ചേർത്ത് കൊടുത്തത് അതായിരിക്കും നമുക്ക് വെബ്സൈറ്റിൻ്റെ ഒരു കണ്ടന്റ് ആയിട്ട് ലഭിക്കുന്നത്. ഓക്കെ, ഹെഡിങ് കഴിഞ്ഞാൽ പിന്നെ അതിന് താഴെയായിട്ട് നമ്മൾ ബോഡിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഈ ബോഡി എന്നതിൻ്റെ ഉള്ളിലാണ് ഒരു യൂസർ അവരെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങൾ കാണണം എന്നുള്ളത് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, പിന്നീട് നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്ത HTML എന്നത് ലാസ്റ്റ് വെച്ചിട്ട് നമ്മളിവിടെ വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എങ്ങനെയാണോ സേവ് ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നതിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സംസാരിച്ചു. എന്നാലും നമുക്ക് ഈ ഫയൽ ഒന്ന് സേവ് ചെയ്തിട്ടൊന്ന് റണ്ണ് ചെയ്യിപ്പിച്ച് നോക്കാം, അല്ലെങ്കിൽ ഒരു ബ്രൗസറിൽ ഇത് ഓപ്പൺ ചെയ്ത് നോക്കാം. അതിന് ഫയല്, അതിനുശേഷം സേവ്, അതിനുശേഷം നമ്മൾ ഡെസ്ക്ടോപ്പിൽ ക്രിയേറ്റ് ചെയ്ത് വെച്ച HTML എന്ന ഫോൾഡർ സെലക്ട് ചെയ്യുന്നു. അതല്ലെങ്കിൽ നിങ്ങളെ കമ്പ്യൂട്ടറിൽ നിങ്ങൾ ഏത് ഭാഗത്താണോ ഈ ഫയൽ സേവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ആ ഫയൽ ലൊക്കേഷൻ അല്ലെങ്കിൽ ആ ഫോൾഡർ ലൊക്കേഷൻ നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഞാനിതിന് ഒരു പേര് കൊടുത്ത് സേവ് ചെയ്യുകയാണ്.
ഓക്കെ, എക്സ്റ്റൻഷന് .html. ഒരു വെബ്സൈറ്റ് സേവ് ചെയ്യുമ്പോൾ .htm അല്ലെങ്കിൽ HTML കൊടുക്കൽ നിർബന്ധമാണ്. അതിനുശേഷം സേവിൽ ക്ലിക്ക് ചെയ്യുക. പിന്നീട് നമ്മൾ ക്രിയേറ്റ് ചെയ്ത നമ്മൾ ഓപ്പൺ ചെയ്ത് വെച്ച ഫോൾഡർ ഞാൻ ഇതിവിടെ വെച്ച് ഓപ്പൺ ചെയ്യുന്നു. ഓക്കെ, ഇതിൽ നമ്മൾ സൂമിക്സ് ഇൻഫോ എന്ന പേരിലാണ് ഈ പേജ് സേവ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അതിൽ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്തിട്ട് ഓപ്പൺ ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സൈറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ കാര്യങ്ങളാണോ കൊടുത്തത് അതിനനുസരിച്ച് നമ്മളെ വെബ് പേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, ഏറ്റവും ആദ്യം തന്നെ നമ്മുടെ സൈറ്റിന് കൊടുത്ത ഹെഡിങ് എന്താണോ അത് നമുക്ക് ഈ വെബ് പേജിൻ്റെ ഏറ്റവും മുകളിൽ നമുക്ക് കാണാവുന്നതാണ്. അതിൻ്റെതായ ബോഡി എന്ന ഭാഗത്ത് നമ്മൾ എന്താണോ കൊടുത്തത് അത് നമുക്ക് ഈ ഭാഗത്ത്, അതായത് ഈ പേജിൻ്റെ ഈ ഭാഗത്തായിട്ട് നമുക്ക് കാണാവുന്നതാണ്. പിന്നീട് ആദ്യം ഓപ്പൺ ചെയ്ത HTML എന്നത് നമ്മൾ ഏറ്റവും അവസാനത്ത് വെച്ച് ക്ലോസ് ചെയ്യുന്നു. ഓക്കെ, ഇന്നത്തെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്തൊരു ക്ലാസ്സുമായിട്ട് നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം.